വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ്. കുംഭം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും, എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും, മിഥുനത്തിൽ കുജനും, ചിങ്ങം രാശിയിൽ ചന്ദ്രനും, കന്നിയിൽ കേതുവും, കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും, മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കർമ്മ മേഖലയിൽ ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും. പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇവർക്ക് ജീവിത പങ്കാളികളിൽ നിന്നും നല്ല സഹകരണം ലഭിക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. എന്നാൽ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ചില കാര്യങ്ങൾക്കായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ്. എന്നാൽ യാത്രാവേളകളിൽ രേഖകളും മറ്റും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ്. എന്നാൽ ഇവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ ഇവരുമായി നല്ല സ്നേഹസൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. ഈ നക്ഷത്രക്കാരായ ഡോക്ടർമാർക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ്. അതുപോലെ സഹോദരീ സഹോദരന്മാരുടെ വിവാഹ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടതായി വരുവാനും ഇടയുണ്ട്. ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റവും ധനനഷ്ടവും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. ഇവർക്ക് സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട്. കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കുടുംബ സുഖവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. എന്നാൽ സ്ത്രീജനങ്ങളുടെ അപ്രീതിക്ക് കാരണമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. 5, 16, 27 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ.